ഓം ശാന്തി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമുക്കറിയാം അവ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തവയാണ്. എങ്കിലും ശീലമായതിനാൽ നമ്മൾ ആ കാര്യം ചെയ്യുന്നു. അഹംഭാവത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന ഒരു ശീലമുണ്ട്. മനുഷ്യന്റെ ഈഗോ വളരെ വിശാലമാണ്, വളരെ സൂക്ഷ്മവുമാണ്. ഇത്രമാത്രം സൂക്ഷ്മമാണ്, എപ്പോഴാണോ ഈഗോ ഉണ്ടാകുന്നത്, വ്യക്തി സ്വയത്തെ ഏറ്റവും അധികം വിനയചിത്തരായി കരുതുന്നു. വിനയം എന്ന ഗുണത്തിന്റെ തന്നെ അഹങ്കാരമുണ്ടാകുന്നു. ഇപ്രകാരം അഹംഭാവം നമ്മുടെ ശീലങ്ങളായ നല്ല ഗുണങ്ങളെ മറച്ചു കളയുന്നു. അഹത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന അങ്ങനെയുള്ള ഒരു ശീലമാണ് ഞാൻ ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഞാൻ ശരിയാണ്. ഇക്കാരണത്താൽ നമ്മൾ ആരുടെയും ഒരു കാര്യത്തെയും സ്വീകരിക്കുന്നില്ല, അസ്വീകാര്യത കാണിക്കുന്നു. മറുവശത്ത് നമ്മൾ ആ കാര്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു, ഇക്കാര്യമാണ് ശരിയെന്ന്. ഈ രീതി ശരിയാണ്. അതിനോടൊപ്പം തന്നെ അഹംഭാവത്തിന്റെ ഈ രൂപം പ്രതികരണ സ്വഭാവത്തിലും കാണപ്പെടാനായി തുടങ്ങുന്നു. പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും സ്വയത്തെ അധികം ബുദ്ധിശാലിയാണ് എന്ന് കരുതുന്നത് കൊണ്ട്, മറ്റുള്ളവരെക്കാൾ എല്ലാം കൂടുതൽ സമർത്ഥനാണ് താനെന്ന് കരുതുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അധികം അച്ചടക്കശീലമുള്ള ആളാണ് താൻ എന്ന് കരുതുന്നത് കൊണ്ട്, നമ്മളിലുള്ള സഹനശക്തിയാകുന്ന ഗുണം ദുർബലമായി പോകുന്നു. ആരോടും സഹനശീലത ഇല്ലാത്തതു കാരണം ക്ഷമയുടെയും ധൈര്യത്തിന്റെയും സ്വരൂപമാകാത്തതിനാൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മോശമായി തോന്നുന്നു. ആ വ്യക്തി തൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കെട്ടുമുറുക്കുന്നു, ഞാൻ ഈ കാര്യത്തെ സ്വീകരിക്കില്ല. ഇങ്ങനെയൊരു സ്വഭാവം എൻ്റെ സ്വന്തം ജീവിതാനുഭവമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും അസത്യത്തെ സഹിക്കാൻ കഴിയാതിരിക്കുക, തെറ്റായ കാര്യങ്ങളെ സഹിക്കാൻ കഴിയാതിരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പ്രകാരത്തിലുള്ള അച്ചടക്ക ലംഘനം നടത്തിയാൽ അതിനെ സഹിക്കാൻ കഴിയാതിരിക്കുക, ഉടൻ തന്നെ ആ ആത്മാവിനെ വിളിച്ച് ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ കർശനമായി പറയുമായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ ബാബ പഠിപ്പിച്ചു, മുതിർന്നവർ പഠിപ്പിച്ചു, പരമാത്മാവിൻ്റെ ജ്ഞാനം പഠിപ്പിച്ചു. ഇപ്രകാരം റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും തന്നെയില്ല. ആ വ്യക്തി നന്നാവുന്നതിന് പകരം ആ വ്യക്തിയിലെ കാർക്കശ്യത്തിൻ്റെ, പിടിവാശിയുടെ സംസ്കാരം ചിലപ്പോൾ ഒന്നുകൂടി കൂടിയേക്കാം. വ്യക്തി ശാഠ്യക്കാരനാകുന്നു. എന്തു തന്നെ പറഞ്ഞാലും ആ വ്യക്തിയെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. എന്തായിരിക്കും അതിന് കാരണം? നമ്മുടെ മുതിർന്നവർ എന്തു തന്നെ പറഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് സ്വീകരിക്കുമായിരുന്നു.
പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നവ വളരെ സഹജമായി നമ്മൾ സ്വീകരിക്കുന്നു. ആ ഗുണമാണ് ഓരോ ആത്മാവിൻ്റെയും അവരുടേതായ പാർട്ടിനെ നോക്കുക. ഓരോ ആത്മാവിനും അവരവരുടേതായ പാർട്ടുണ്ട്. എനിക്ക് മറ്റൊരാളെ പോലെ ആകാൻ കഴിയില്ല. മറ്റൊരു വ്യക്തി എൻ്റെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പോലെ തന്നെയാണെങ്കിൽ, എങ്കിൽ ആ വ്യക്തി എൻ്റെ സുഹൃത്തായി മാറുന്നു. എന്നാൽ അങ്ങനെയല്ല. താങ്കൾ താങ്കളാണ്, ആ വ്യക്തി ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സ്വന്തം ഗുണങ്ങളും വിശേഷതകളുമുണ്ട്. ചില ഗുണങ്ങളിൽ, വിശേഷതകളിൽ താങ്കളെക്കാൾ മുൻപിലാണ്. ഇപ്രകാരത്തിലുള്ള അവബോധം ആത്മാവിനുണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഗുണങ്ങളെയും വിശേഷതകളെയും അഭിനന്ദിക്കുവാൻ തുടങ്ങുന്നു. ആ വ്യക്തിയെ നമ്മൾ നോക്കുന്നു. ആഹാ, ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ ഗുണമുണ്ടല്ലോ, ഇത് എൻ്റെ ഉള്ളിലില്ല. മൂന്നാമത്തെ കാര്യം, ഓരോ വ്യക്തിക്കും അനന്യമായ വിശേഷതകളുണ്ട്. തൻ്റെ കാര്യവ്യവഹാരങ്ങളിൽ, ചിന്തകളിൽ, വിവേകത്തിൻ്റെ കാര്യത്തിൽ ഓരോ വ്യക്തിയും അനന്യരാണ്. താങ്കൾ അവരെ തൻ്റെ പോലെയാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് സാധ്യമല്ല. ഡ്രാമയിൽ നമുക്ക് ഈ ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. ഡ്രാമയിൽ വ്യത്യസ്തങ്ങളായ പാർട്ടുകൾ ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ ഡ്രാമ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഓരോരുത്തരുടെയും പാർട്ട് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത് ഡ്രാമയാകുന്നത്. ഒരു ഡ്രാമയിൽ എല്ലാവരും രാജാവിൻ്റെ പാർട്ട് തന്നെ അഭിനയിക്കുകയാണെങ്കിൽ അത് ഒരു ഡ്രാമയാകില്ല. രാജാവ് വേണം, രാജ്ഞി വേണം, സേനാപതി വേണം, എല്ലാവരും വേണം. ഇക്കാര്യം നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഡിസ്റ്റർബൻസ് പതുക്കെ പതുക്കെ കുറച്ചു കുറച്ചായി ഇല്ലാതായിക്കൊള്ളും. ആദ്യം ഞാൻ ഏതെങ്കിലും വ്യക്തിയോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മനസ്സിൽ ഈ ചിന്ത വരുമായിരുന്നു, അവരോട് ഞാൻ ഇക്കാര്യം ഞാൻ പറയും. എന്നാൽ കുറച്ച് കുറച്ച് അവബോധം വന്നു തുടങ്ങിയപ്പോൾ മനസ്സിൽ സങ്കല്പം വരുമായിരുന്നു, സഹോദരി, താങ്കൾ ഏത് കാര്യമാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സ്നേഹത്തോടു കൂടി പറയാം, ആദരവ് കൊടുത്തുകൊണ്ട് പറയാം, ആത്മീയ ദൃഷ്ടി വെച്ചുകൊണ്ടും ഇക്കാര്യം പറയാം. സത്യത്തിൽ ആ വ്യക്തി എൻ്റെ മുൻപിൽ വരുമ്പോൾ ഞാൻ വളരെ ക്ഷമയോടെ, സ്നേഹത്തോടെ അവരെ സ്വന്തമായി കണ്ട്, എൻ്റെ ചെറിയ സഹോദരനായി കണ്ട്, എൻ്റെ ചെറിയ സഹോദരിയായി കണ്ട് ഞാൻ അവരോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവരക്കാര്യം സ്വീകരിക്കുമായിരുന്നു. ഈ പരിവർത്തനം പ്രതികരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തണുത്ത് സഹനശക്തിയോടെ, ക്ഷമയോടെ, ജ്ഞാനി തു ആത്മാവായി വ്യർത്ഥം സമാപ്തമാക്കിക്കൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് മനനചിന്തനത്തിലൂടെ വാക്കുകളെ പരിവർത്തനപ്പെടുത്തിയെടുക്കുമ്പോൾ അതിലൂടെ വളരെ നല്ലതായി മാറുന്നു. വ്യക്തിയോട് താങ്കളുടെ സൗഹൃദം വർദ്ധിക്കുന്നു, പരസ്പരമുള്ള ബഹുമാനം വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു. അതുപോലെ ആത്മീയ സംബന്ധമുണ്ടല്ലോ, അതും സ്ഥാപിക്കപ്പെടുന്നു, ദൃഢമായി മാറുന്നു. ഇങ്ങനെയുണ്ടാകുന്ന പരിവർത്തനത്തെ സ്ഥായിയായി നിലനിർത്തണമെങ്കിൽ സ്വയത്തെ എല്ലായ്പ്പോഴും ജാഗരൂകമായി വയ്ക്കണം. മനസ്സിൻ്റെ
ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കണം. ഇക്കാര്യം ഞാൻ ഇങ്ങനെ പറയില്ല. ഇക്കാര്യം വളരെ സ്നേഹത്തോടു കൂടി ഞാൻ പറയും. പലപ്പോഴും ആ കൊടുങ്കാറ്റ് തീർച്ചയായും വരും. എന്നാൽ ജ്ഞാനീത്വ ആത്മാവ്, യോഗിത്വ ആത്മാവ് ക്ഷമയോടുകൂടി ആ കാര്യത്തെ കാണുമ്പോൾ കാര്യത്തെ മാനിക്കുകയും ചെയ്യുന്നു, സ്വീകരിക്കുകയും ചെയ്യുന്നു, സ്വയം സന്തുഷ്ടമായിരിക്കുന്നു, മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു. സത്യമായ കാര്യം ഇതാണ്. നമ്മൾ ഇപ്പോഴും നമ്മുടെ കർമ്മക്കണക്കുകൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യും? ഈ സമയം എനിക്ക് എൻ്റെ കർമ്മക്കണക്കുകൾ ക്ലിയർ ചെയ്യാനുള്ളതാണ്, ഉണ്ടാക്കാനുള്ളതല്ല. എപ്പോഴെങ്കിലും സംഭാഷണത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിയെ ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുപോയി, താങ്കൾ അത് കാര്യമാക്കരുത്, അങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ അല്പം ശബ്ദമുയർത്തി സംസാരിച്ചു, താങ്കൾ അത് മനസ്സിൽ വയ്ക്കരുത്. ആ വ്യക്തി അലിയുന്നു എങ്കിൽ ശിവബാബ, പരമാത്മാവ് നമ്മൾ ആത്മാക്കൾക്ക് പരിവർത്തനത്തിനുള്ള ജ്ഞാനം നൽകി. നമ്മൾ ആത്മാക്കൾക്ക് ഗുണങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നൽകി. ആ ഗുണങ്ങളെ നമ്മൾ ശക്തികളുടെ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ എത്ര തന്നെ പഴയതാണെങ്കിലും, നമ്മുടെ സംസ്കാരങ്ങൾ എത്രമാത്രം ദുഷിച്ചതാണെങ്കിലും അവയെല്ലാം പരിവർത്തനപ്പെടുന്നു. ഇങ്ങനെയുള്ള പരിവർത്തനം കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് സ്വർണിമ ലോകത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി കഴിയുന്നത്. പരമാത്മാവിന്റെ ഈ കാര്യത്തിൽ പുതിയ സ്വർണിമ ലോകത്തെ കൊണ്ടുവരുന്നതിന് നമ്മുടെ പരിവർത്തനത്തിന്റെ ചെറുവിരൽ ഉപയോഗത്തിൽ വരികയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ഓം ശാന്തി. സ്വരാജ്യത്തിലൂടെ സ്വർണിമ ഭാരതം.